വർക്കലയിൽ എൻഡിഎക്ക് അപ്രതീക്ഷിത സ്ഥാനാർത്ഥി എത്തുകയാണ്. സിപിഎമ്മിന്റെ മുൻ ഏരിയ കമ്മിറ്റി അംഗം വർക്കലയിൽ സ്ഥാനാർത്ഥിയാകും. BDJS-ൽ നിന്ന് സീറ്റ് തിരിച്ചെടുത്താണ് സ്മിത സുന്ദരേഷിന് BJP ഇപ്പോൾ സീറ്റ് നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് എത്തപ്പെട്ടത് CPM എന്ന പാർട്ടി ഇന്നിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതി അതുതന്നെയാണ് എന്നെ ഇതിലേക്ക് വരാനായിട്ട് പ്രേരിപ്പിച്ചത്. ഇതിലേക്ക് ഉപരിയായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി നമ്മുടെ നാടിന് നൽകിക്കൊണ്ടിരിക്കുന്ന സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളിൽ ഒരു താല്പര്യം തോന്നിയിട്ടും കൂടി തന്നെയാണ്. തീർച്ചയായിട്ടും ഇനി ഇത്തരത്തിലുള്ള വികസനത്തിന് മാത്രമേ നമ്മുടെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുകയുള്ളൂ. ഹരിമോഹൻ ചേരുകയാണ്. ഹരി, ഇതാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചാരണത്തിലേക്ക് കടക്കുമ്പോഴും ഇത്തരത്തിലുള്ള പാർട്ടിയുടെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് നമ്മൾ കാണുന്നത്. മുതിർന്ന CPM നേതാവ് സുന്ദരേഷിന്റെ മകൾ കൂടിയാണ് സ്മിത, അല്ലെ? ഏരിയ കമ്മിറ്റി അംഗമാണ് നിലവിൽ. തീർച്ചയായിട്ടും BJP-യിൽ ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം മുതൽക്ക് വിസ്മയങ്ങളാണ്. നേരത്തെ കോൺഗ്രസ് വിട്ട യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അടക്കം വരികയും അവരെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ 24 മണിക്കൂർ മാത്രം അവശേഷിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി CPM ഏരിയ കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് സ്മിത സുന്ദരേഷിനെ BJP-യിൽ ചേർന്നിരിക്കുന്നത്. സ്മിത സുന്ദരേഷൻ ഇപ്പോൾ നിലവിൽ വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ്. മുൻപ് വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോൾ ഒറ്റൂർ ഡിവിഷൻ അംഗമാണ്. ആ പദവി രാജിവെച്ചിട്ടാണ് ഇപ്പോൾ BJP-യിലേക്ക് വന്നിരിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷനിൽ നിന്നും ആരാർജി ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ അംഗത്വം സ്വീകരിക്കുകയായിരുന്നു. ഇതിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് CPM-ന്റെ മൂല്യച്യുതിയാണ്, സ്വജനപക്ഷപാതമാണ് താൻ പാർട്ടി വിടാനുള്ള പ്രധാന കാരണം എന്നുള്ളതാണ് സ്മിത സുന്ദരേഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഈ സീറ്റുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ വർക്കല സീറ്റിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി സ്മിത സുന്ദരേഷനെ BJP ഏറെക്കുറെ തീരുമാനിച്ചിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം ഉടനെ വരും. പക്ഷേ ഈ വർക്കല സീറ്റിൽ നേരത്തെ തന്നെ BDJS ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു, ശ്രീനിവാസൻ വേണുഗോപാൽ. ആ ശ്രീനിവാസൻ വേണുഗോപാലിനെ പ്രാദേശിക നേതൃത്വത്തിന്, അതായത് BJP പ്രാദേശിക നേതൃത്വത്തിന് അറിയില്ല. അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ വർക്കലയിൽ നിലവിലുള്ള വോട്ട് പോലും ലഭിക്കില്ല എന്നുള്ളൊരു പ്രാദേശിക വികാരം ഉയർന്നു വന്നിരുന്നു. മാത്രമല്ല BJP ഈ സീറ്റ് ഏറ്റെടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി പ്രാദേശിക നേതൃത്വം ചുവരെഴുത്ത് വരെ ആരംഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ BDJS-ന് സീറ്റ് നൽകുകയായിരുന്നു. എന്തായാലും ഒടുവിൽ ആ സീറ്റ് പ്രാദേശിക നേതൃത്വത്തിന്റെ എതിർപ്പിനെ തുടർന്ന് BDJS തന്നെ വിട്ടു നൽകാൻ തയ്യാറായി. ഒടുവിൽ സ്മിത സുന്ദരേഷിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി BJP തീരുമാനിച്ചു. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. വിനീത. ശരി, ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.